എല്ലാവർക്കും നമസ്കാരം. അമ്മ മലയാളത്തിന്റെ പുതിയ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖായും സന്തോഷായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മളുടെ ഡേ 9 ആണ് അല്ലെ? ഡേ 9 ആണ്. കഴിഞ്ഞ 8 ദിവസങ്ങളിലായിട്ട് മുൻവർഷ ചോദ്യങ്ങളും കണ്ടന്റുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാത്ത ഒരു ഏരിയയിലേക്ക് പോവാണ്. അത് പ്രധാന കലകൾ എന്നുള്ളതാണ് അല്ലെ? കലകളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങൾ വരുന്ന ഏരിയയിലുള്ള കുറച്ച് കലകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ എല്ലാവരും എത്തിയില്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോകെ പോകെ ഓരോന്ന് പറയാം കേട്ടോ. നമുക്കറിയാം കലകൾ 3 രീതിയിലുള്ള കലകൾ ഉണ്ടെന്ന് അറിയാം. ദൃശ്യകലയുണ്ട്, ശ്രാവ്യകലയുണ്ട്, ദൃശ്യ ശ്രാവ്യ കലയുണ്ട് അല്ലെ? ദൃശ്യകല എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്, ശ്രാവ്യകല കേട്ട് ആസ്വദിക്കുന്നത്, ദൃശ്യ ശ്രാവ്യമാണെങ്കിൽ കണ്ടും കേട്ടും ആസ്വദിക്കുന്നതിനെ ദൃശ്യ ശ്രാവ്യ കലകൾ എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കാണ്, ശ്രാവ്യ കലകളാണ് നമ്മൾ ആദ്യം നോക്കുന്നേ. നോക്കിക്കോളൂ. കേൾക്കുന്ന മാത്രയിൽ മനുഷ്യ മനസ്സിൽ എന്ത് തരും? മനുഷ്യ മനസ്സിൽ അനുഭൂതി ഉളവാക്കുന്ന സംഗീതം അടക്കമുള്ളവയാണ് ശ്രാവ്യ കലകളിൽ ഉൾപ്പെടുന്നത്. അത് മാർഗസംഗീതം, ദേശീയ സംഗീതം, കണ്ട സോപാന സംഗീതം വരുന്നുണ്ട്. സോപാന സംഗീതം, അതുപോലെ കർണാടക സംഗീതം, നാടൻ പാട്ടുകൾ, അങ്ങനെ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ കഴിയുന്നതെല്ലാം എന്ത് കലകളിലാണ് പെടുന്നത്? അത് ശ്രാവ്യ കലകളാണ്. കറക്റ്റ് ആണ്. ഇനി നമ്മൾ കർണാടക സംഗീതം നോക്കുകയാണ്. പഞ്ചരത്ന കീർത്തനങ്ങൾ, കർണാടക സംഗീതത്തിൽ നമുക്ക് അറിയുന്നതാണ് പഞ്ചരത്ന കീർത്തനങ്ങൾ. അതിന്റെ ഉപജ്ഞാതാവ് ത്യാഗരാജസ്വാമികളാണ് കേട്ടോ. ത്യാഗരാജസ്വാമികളാണ് പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് എന്നോർത്തിരിക്കണം. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എത്രയുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 72 അടിസ്ഥാന രാഗങ്ങളാണുള്ളത്. ഓർത്തു വെക്കണം. പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് ത്യാഗരാജനാണ്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 72 ആണ്. കിട്ടിയില്ലോ? ഇനി നോക്കിയേടാ, കർണാടക സംഗീതത്തിലെ വർണ്ണം, പദം, കീർത്തനം എന്നിവ മൂന്നും രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് കേട്ടോ. ഇരയിമ്മൻ തമ്പിയാണ്. ഓർത്തു വെക്കണം. ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത് തമിഴ്നാട്ടിലെ തിരുവയ്യാറിലാണ് ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്നത് എന്ന് ഓർത്തു വെക്കണം. ഇനി ഞാൻ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് പറഞ്ഞു പോകുന്നത്. കേരളീയ സംഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പതികാരമാണ്. കേരളീയ സംഗീതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചിലപ്പതികാരമാണ് എന്ന് ഓർത്തു വെക്കണം. പിന്നെ സംഗീതം നമുക്ക് അത്ര പ്രാധാന്യമില്ല. ഇനി നമ്മൾ ദൃശ്യ ശ്രാവ്യത്തിലേക്ക് പോവാണ്. ഇവിടെ നിന്നാണ് നമുക്ക് അധികം ചോദ്യങ്ങൾ വരുന്നത്. എങ്കിലും നമുക്ക് ഇതും കൂടെ നോക്കാം. ഹിന്ദുസ്ഥാനി സംഗീതം നോക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കർണാടക സംഗീതത്തിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ കുറിച്ചിട്ടാണ്. നോക്കിയ മക്കളെ, ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചതായി കരുതുന്നത് അമീർ ഖുസ്രു ആണ് കേട്ടോ. നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി രാജവംശം ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ സദസ്യനായിരുന്നു അമീർ ഖുസ്രു. അദ്ദേഹമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പരിഷ്കരിച്ചത് എന്നാണ് പറയുന്നത്. ഇനി നോക്കിയടാ, ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഏറ്റവും നൂതനമായ രൂപത്തിന് നമ്മൾ എന്താ പറയുന്നേ മക്കളെ? ഖയാൽ എന്നാണ് പറയാ ട്ടാ. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഏറ്റവും നൂതനമായ രൂപം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖയാലാണ്. ഇന്ന് നിലനിൽക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ശില്പി പണ്ഡിറ്റ് VN ഭക്തഗണ്ടയാണ് ട്ടാ. ഇന്ന് നിലനിൽക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ ഭക്തഗണ്ടയാണ് എന്ന് ഓർത്തു വെക്കണം. ഖയാലിന്റെ ഉപജ്ഞാതാവ് അമീർ ഖുസ്രു ആണ് എന്നും കൂടെ ഓർത്തു വെച്ചേക്ക. ഈ ഏരിയന്ന് അധികം വരാൻ സാധ്യതയില്ല, എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. ഇനി വരാൻ പോണ ഏരിയ നന്നായിട്ട് നോക്കിക്കോളൂ. ദൃശ്യ ശ്രാവ്യ കലകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദൃശ്യകലകളുടെയും ശ്രാവ്യ കലകളുടെയും സമ്മിശ്രമാണ് ദൃശ്യ ശ്രാവ്യ കലകൾ. നമുക്കറിയാം, നൃത്തം നമുക്ക് കണ്ടും അതിലെ പാട്ട് കേട്ടും ആസ്വദിക്കാം. കണ്ടും കേട്ടും ആസ്വദിക്കുന്നത്. നാടകങ്ങൾ ഇതുപോലെ തന്നെയാണ്. സിനിമ അതുപോലെ തന്നെയാണ്. അങ്ങനെ കണ്ടും കേട്ടും ആസ്വദിക്കുന്നതെല്ലാം ദൃശ്യശ്രാവ്യ കലകളിലാണ് ഉൾപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കിയടാ, ശാസ്ത്രീയ കലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്യശാസ്ത്ര നിയമങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ശാസ്ത്രീയമായ കലകൾ എന്ന് നമ്മൾ പറയുന്നേ. കഥകളി, കൂടിയാട്ടം, കൃഷ്ണനാട്ടം, ഓട്ടൻതുള്ളൽ, കേരള നടനം ഇതെല്ലാം ശാസ്ത്രീയ കലകളാണ്. അവയ്ക്ക് നാട്യശാസ്ത്ര നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചിട്ടാണ് ആ ഓരോ കലകളും നമ്മൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ശാസ്ത്രീയ കലകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അനുഷ്ഠാന കലകളാണ്. അനുഷ്ഠാന കലകളുടെ പ്രത്യേകത തെയ്യം, പടയണി,
തിരുവാതിര, യക്ഷഗാനം മുതലായവയെല്ലാം അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണമാണ്. ശാസ്ത്രീയ കല എന്ന് പറഞ്ഞാൽ നാട്യശാസ്ത്ര നിയമപ്രകാരം ഉണ്ടാക്കിയത്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നത്. തെയ്യം, പടയണി, തിരുവാതിര, യക്ഷഗാനം ഒക്കെ അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണമാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഇനി ശ്രദ്ധിച്ചോളൂ ട്ടാ. നമ്മൾ നോക്കാൻ പോവാണ് കഥകളിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ദേശീയ കഥകളി ദിനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒക്ടോബർ 16 ദേശീയ കഥകളി ദിനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 16 എന്തുകൊണ്ടാണ് ഈ ഒക്ടോബർ 16 നമ്മൾ ദേശീയ കഥകളി ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമ്മുടെ വള്ളത്തോൾ ഉണ്ടല്ലോ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനായ വള്ളത്തോളിന്റെ ജന്മദിനമാണ് ഒക്ടോബർ 16. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ? ഒക്ടോബർ 16 കഥകളി ദിനമായിട്ട് ആചരിക്കുന്നത്. കിട്ടിയല്ലോ പോയിന്റ്? ഒക്ടോബർ 16 വള്ളത്തോളുടെ പിറന്നാളാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തിനെ തന്നെ നമ്മള് ദേശീയ കഥകളി ദിനമാക്കിയത്. അത് എന്തുകൊണ്ടാ വള്ളത്തോളിന്റെ ആക്കിയത്? കാരണം കഥകളിയെ പുനരുജ്ജീവിപ്പിക്കാനായി പ്രവർത്തിക്കുകയും കലാമണ്ഡലം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ വള്ളത്തോളാണ്. ഇനി നോക്കിയേടാ, കഥകളി വേഷങ്ങൾ 3 രീതിയിലുണ്ടെന്ന് നമുക്കറിയാം. പച്ച, കത്തി, കരിയാണ്. എന്റെ ഒപ്പം പറഞ്ഞും ടൈപ്പ് ചെയ്തും പഠിക്കണേ മക്കളെ. കിച്ചൺ ജോലി ഉള്ളവർ അത് ചെയ്തോ. ഞാൻ റിവിഷൻ പറയുമ്പോൾ ഓടി വന്നിട്ട് ടൈപ്പ് ചെയ്താൽ മതി. നോക്കണേ, കഥകളി വേഷങ്ങൾ ആണെങ്കിൽ പച്ച, കത്തി, കരി എന്ന് പറഞ്ഞിട്ട് 3 രീതിയിലുള്ള വേഷങ്ങളുണ്ട്. ഇനി പച്ച വേഷത്തിന് ഉദാഹരണം അങ്ങനെയായിരിക്കും ചോദിക്കുന്നേ. സാത്വികമായ കഥാപാത്രങ്ങളെ കാണിക്കാൻ, പോസിറ്റിവിറ്റി ഉള്ളത് അല്ലെ, സാത്വികമായ കഥാപാത്രങ്ങളെ കാണിക്കാനാണ് പച്ചവേഷങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്നത് പച്ചവേഷമാണ്. കഥകളി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു രൂപം ഉണ്ടല്ലോ, ഈ കാണുന്ന രൂപം പച്ച ട്ടാ, പച്ചയാണ്, ഓർത്തു വെക്കണം. ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയ ദേവന്മാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചവേഷം ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തു വെക്കണം. രണ്ടാമത്തേത് കത്തിയാണ്. ദുഷ്ട കഥാപാത്രത്തെ കാണിക്കാനാണ് അല്ലെ. നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റേ സിനിമ? ഞാൻ പറയാറുള്ളതാണല്ലോ, കീലേരി അച്ചു എന്ന് പറഞ്ഞിട്ട് ജയറാമും മാമുക്കോയും, ജയറാമല്ലേ, ജയറാമും മാമുക്കോയും ഇത് ഇത്രയുള്ള ഒരു കത്തിയും കൊണ്ട് നടന്നിട്ട് നാട്ടുകാരൊക്കെ വിറപ്പിക്കുന്ന ഗുണ്ടയായിട്ട് ജയറാം പിടിച്ചൊട്ടിക്കുന്നത്. അത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, കത്തി കൊണ്ട് നടക്കുന്നത് ദുഷ്ട കഥാപാത്രങ്ങളാണല്ലോ. അപ്പൊ ദുഷ്ട കഥാപാത്രത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് കത്തി വേഷം ഉപയോഗിക്കുന്നത്. രാവണനും കംസനും ഒക്കെ കേട്ടാ, ഓർത്തു വെച്ചിരിക്കണം. രാവണനും കംസനും ഒക്കെ കഥകളിയിലെ കത്തിവേഷത്തിന് ഉദാഹരണമാണ്. അടുത്തത് നമ്മൾ പറയുന്നത് കരിവേഷത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ കരി ആരാണ്? രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രത്തെ പ്രതിനിധീകരിക്കാനാണ്. രാക്ഷസ സ്വഭാവമുള്ളവരെ കാണിക്കാനാണ് നമ്മൾ കരിവേഷം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കഥകളിയിലെ 3 വേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. പച്ച, കത്തി, കരിയാണ്. പച്ചയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? പെട്ടെന്ന് ഒന്ന് ടൈപ്പ് ചെയ്തേടാ മക്കളെ. പച്ചയുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? സാത്വികമായ കഥാപാത്രമാണ്. അപ്പൊ ഉദാഹരണം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഉദാഹരണം പറയാൻ പറഞ്ഞാല് ഇന്ദ്രൻ, അർജുനൻ തുടങ്ങിയവരെ അതുപോലുള്ള വേഷങ്ങളെ സൂചിപ്പിക്കാനാണെന്ന് പറയും. കറക്റ്റ് ആണ്. രണ്ടാമത്തേത് കത്തിവേഷമാണ്. കത്തിവേഷം ആരെയാ പ്രതിനിധീകരിക്കുന്നേ? ദുഷ്ട കഥാപാത്രത്തിനെയാണ്. ആരാ ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നേ? ദുഷ്ട കഥാപാത്രത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ ആരെയാ പഠിച്ചത്? രാവണനെയും കംസനെയുമാണ്. കറക്റ്റ് ആണ്. മൂന്നാമത്തത് കരിവേഷമാണ്. കരിവേഷത്തിന്റെ പ്രത്യേകത എന്താ? രാക്ഷസന്മാരാണ് അല്ലെ, മേത്ത് കരിയൊക്കെ തേച്ച് നടക്കുന്നത്. അപ്പൊ രാക്ഷസ കഥാപാത്രങ്ങളെ കാണിക്കാനാണ് കരിയെ ഉപയോഗിക്കുന്നത്. കിട്ടിയല്ലോ? അടുത്ത പോയിന്റിലേക്ക് പോവാലോ. നോക്കിക്കേ, 3 തരത്തിലുള്ള താടികളുമുണ്ട്. കഥകളിയില് താടി 3 തരത്തിലുണ്ട്. നമ്മൾ നോക്കാണ്. വെളുത്ത താടിയാണെങ്കിൽ, വെളുത്ത താടി ധരിച്ചിട്ടാണ് കഥാപാത്രം രംഗത്ത് വരുന്നതെങ്കിൽ, അവതരിപ്പിക്കുന്ന ആള് രംഗത്ത് വരുന്നതെങ്കിൽ മനുഷ്യാതീതമായ കഴിവുകൾ ഉള്ളതും ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്ത താടി ഉപയോഗിക്കുന്നത്. മനുഷ്യൻ അതീതമായ കഴിവുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്ത താടി എന്നാലോചിക്കണം. ഹനുമാൻ പോലെ, ഹനുമാൻ മറ്റേ കടല് ചാടിക്കടന്നതൊക്കെ ഒരു മനുഷ്യന് പറ്റുന്നതാണോ? അല്ല. മനുഷ്യാതീതമായ കഴിവുകൾ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്താടി ഉപയോഗിക്കുന്നത്. മാറിപ്പോവേക്കരുതേ. ഇപ്പൊ ഈ പഠിച്ചു വെക്കുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല, ലൈഫ് ലോങ് നിങ്ങൾ ഇനിയിപ്പോ അറ്റൻഡ് ചെയ്യാൻ പോണ എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കണം. അത്തരം രീതിയിൽ പഠിച്ചു പോകണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. വെളുത്ത താടി ഹനുമാനാണെന്ന് ചിന്തിക്കുക. അടുത്തത് ചുവന്ന താടിയാണ്. ഹനുമാൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്തൊട്ടെന്നറിയോ? ദിലീപിന്റെ മറ്റേ സിനിമയില് വണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചാടി വീഴൂലേ, ആയ സീൻ എന്റെ മനസ്സിലേക്ക് വരും. അപ്പൊ ദിലീപിന് ഒരു വെള്ളത്താടി ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി. രണ്ടാമത്തത് ചുവന്ന താടിയാണ്. ചുവന്ന താടിയാണെങ്കിൽ
ദുഷ്ട കഥാപാത്രങ്ങളെയാണ് ട്ടോ. ദുഷ്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനാണ് നമ്മൾ ചുവന്ന താടി കൊടുക്കുന്നത്. ചുവന്ന താടി ദുഷ്ട കഥാപാത്രമാണ്. കറുത്ത താടി അപ്പൊ ആർക്കാ? വേടന്മാര്, കാട്ടിലുള്ളവരല്ലേ വേടന്മാര്, നായാട്ടുകാര്. അപ്പൊ അവരുടെ താടി കറുത്ത താടിയാണെന്ന് സങ്കല്പിക്കണേ. കറുത്ത താടിയാണെങ്കിൽ വേടന്മാരും നായാട്ടുകാരുമാണ്. ചുവന്ന താടിയാണെങ്കിൽ ദുഷ്ട കഥാപാത്രങ്ങളാണ്. വെളുത്ത താടിയാണെങ്കിൽ ഹനുമാനെ പോലെ മനുഷ്യാതീതമായ കഴിവുകളുള്ളവരെ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പൊ പച്ച, കത്തി, കരി നമുക്ക് മനസ്സിലായി. താടിയില് വെള്ള, ചുവപ്പ്, കറുപ്പ് നമുക്ക് മനസ്സിലായി. സെറ്റ് അല്ലേ? അടുത്ത സ്ലൈഡിലേക്ക് പൊക്കോട്ടെ. ഓക്കെ, നോക്കിയടാ, ഇനി കഥകളിയിലെ മിനുക്ക് വേഷത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താ മിനുക്ക് വേഷത്തിന്റെ പ്രത്യേകത? സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷമാണ് മിനുക്ക് വേഷം. ഓർത്തുവെക്കണം. കഥകളിക്ക് വേഷം അണിയുന്നതിനെ നമ്മൾ എന്താ പറയുന്നേ? ചുട്ടികുത്തുന്നാണ് അല്ലെ പറയുന്നേ. കഥകളിക്ക് വേഷം അണിയുന്നതിനെ നമ്മൾ ചുട്ടികുത്തുക എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെ കലാമണ്ഡലത്തിൽ കോഴ്സ് ഉണ്ട്. അപ്പൊ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥയിലെ വേഷമാണ് മിനുക്ക്. സാധാരണ ഇങ്ങനെ മിനുങ്ങി വരുമ്പോൾ നമ്മൾ സ്ത്രീകളാണെന്ന് വിചാരിക്കും. പക്ഷെ സ്ത്രീയും ആവാം, മുനികളും ആവാം. ഓർത്തു വെക്കണേ. നോക്കിയ മക്കളെ, പച്ച എന്ന് പറയുമ്പോ ഈ രൂപമാണ്. കത്തി എന്ന് പറയുമ്പോ കണ്ടോ? കത്തി എന്ന് പറയുമ്പോ അതിന്റെ വേഷവിധാനം ശ്രദ്ധിച്ചോ? താടി എന്ന് പറയുമ്പോ നോക്കൂ, ഈ താടി ശ്രദ്ധിച്ചോ? കരി എന്ന് പറയുമ്പോ നോക്കൂ, ദുഷ്ട കഥാപാത്രമാണ്. കരി എന്ന് പറയുമ്പോ നമ്മൾ രാക്ഷസ സ്വഭാവം പറഞ്ഞു. മിനുക്കാണെങ്കിൽ സ്ത്രീകളും മുനിയും പറഞ്ഞു. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്ത് വെച്ചിരിക്കണേ. ഇനി രാമനാട്ടത്തിന്റെ ഈ മൂന്നെണ്ണത്തിന് ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പറിൽ PYQ ചെയ്തപ്പോ നോക്കിയടാ, രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടം കൊട്ടാരക്കര. രാമനാണെങ്കിൽ മലയാള ഭാഷ നമുക്കറിയാം. കൃഷ്ണനാട്ടം, കൃഷ്ണനോടാണ് നമ്മൾ വേദനകൾ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. സംസ്കൃതത്തിൽ പറയണം. ഇത്രയും നാൾ നമ്മൾ ഗുരുവായൂരപ്പനോട് പറഞ്ഞതൊക്കെ മനസ്സിലായാവോ അല്ലെ? ഞാൻ വെറുതെ പറഞ്ഞാണേ. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനവേദൻ രാജാവാണെന്ന് ഓർക്കണം. ഇനി കഥകളിയുടെ ഉപജ്ഞാതാവ് ആയിരുന്നു ചോദിച്ചാൽ അതിന് ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ കോട്ടയത്ത് തമ്പുരാനാണ് ട്ടോ. കോട്ടയത്ത് തമ്പുരാൻ. മാറിപ്പോയേക്കരുത്. രാമനാട്ടം കൊട്ടാരക്കര, കൃഷ്ണനാട്ടം മാനവേദൻ, അതുപോലെ കഥകളിയുടെ ഉപജ്ഞാതാവാണെങ്കിൽ അത് കോട്ടയത്ത് തമ്പുരാനാണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അടുത്തേക്ക് പോവാണേ. നോക്കിയടാ, പ്രശസ്തരായ എഴുതിയിരിക്കുന്ന കാണില്ല അല്ലെ? പ്രശസ്ത കഥകളി കലാകാരന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാനിങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പേരുകൾ പറഞ്ഞുതരാം. കലാമണ്ഡലം രാമൻകുട്ടി നായര്, മടവൂര് വാസുദേവൻ നായര്, കലാമണ്ഡലം കൃഷ്ണൻ നായര്, കോട്ടയ്ക്കൽ ശിവരാമൻ, കലാമണ്ഡലം ഗോപി, ചേമഞ്ചേരി, ഗുരു കുഞ്ചുകുറുപ്പ്, ഹരിപ്പാട്ട് രാമകൃഷ്ണൻ, ഇവരൊക്കെ പ്രശസ്തരായ കഥകളി കലാകാരന്മാരാണ് എന്ന് ഓർമ്മ വേണം. കലാമണ്ഡലം കൃഷ്ണൻ നായരെ ഓർക്കണം, കോട്ടയ്ക്കൽ ശിവരാമനെ ഓർക്കണം, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ ഓർക്കണം, ഗുരു കുഞ്ചുകുറുപ്പിനെ ഓർക്കണം. ഈ നാലെണ്ണമെങ്കിലും മിനിമം നിങ്ങൾ ഓർത്തിരിക്കണം. ബാക്കി എല്ലാം പഠിച്ചു വെച്ചാല് അത്രയും നല്ലത്. ഈ നാലെണ്ണം മിനിമം ഓർത്തിരിക്കണം. കഥകളി കലാകാരന്മാരാണ്. ഇനി നമ്മൾ പറയുന്നത് കഥകളി സംഗീതജ്ഞരെ കുറിച്ചിട്ടാണ് ട്ടോ. കഥകളി പാട്ട്, കഥകളി സംഗീതം. അപ്പൊ കലാമണ്ഡലം ഹൈദരാലി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം ഒരു കഥകളി ഗായകനാണ്. മഞ്ജു തരം എന്ന കൃതി അദ്ദേഹത്തിൻ്റെതാണ്. മഞ്ജു തരം എന്ന കൃതി അദ്ദേഹത്തിൻ്റെതാണ്. അതുകൂടാതെ ഓർത്താൽ വിസ്മയം എന്നതും അദ്ദേഹത്തിന്റെ കൃതിയാണ്. മറന്നു പോയേക്കരുത്. മുസൽമാനായിട്ട് പിന്നെ കഥകളി സംഗീതം പഠിക്കാനായിട്ട് ആദ്യമായിട്ടാണ് അല്ലെ കലാമണ്ഡലത്തിൽ അങ്ങനെ ഒരു അന്യമതസ്ഥനൊക്കെ വന്നത്. അങ്ങനെ ചിന്തിക്കണം. അപ്പൊ കലാമണ്ഡലം ഹൈദരാലിയുടെ മഞ്ജുതരവും അതുപോലെ ഓർത്താൽ വിസ്മയവുമാണ്. സംഗീതജ്ഞരാണ്. പിന്നെ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനെയും കൃഷ്ണൻകുട്ടി പൊതുവാളിനെയും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ഇവരൊക്കെ കഥകളി സംഗീതജ്ഞരാണ്. ഓക്കെ, അടുത്തേക്ക് നമ്മൾ പോവാണ്. കൂടിയാട്ടത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കൂടിയാട്ടത്തിന്റെ പ്രത്യേകതകൾ നോക്കാണ്. അതെ, വലിയ സുഖമില്ല നടുവിന്. കൂടിയാട്ടത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമേത് എന്ന് ചോദിക്കും. ഇങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ തപ്പിപ്പിടുത്തം ഉണ്ടാവരുത്. ഓർത്തു വെച്ചോ. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തില് അഭിനയത്തിനാണ് പ്രാധാന്യം, ഭാവങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് ഓർക്കണം. മുദ്രകളേക്കാൾ ഭാവത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയാട്ടാണ്. മനസ്സിലായോ? ഇവര് ആക്ഷൻസ് അല്ല,
മുഖം കൊണ്ടും കണ്ണുകൊണ്ടൊക്കെയാണ് ഭാവം എന്ന് ചിന്തിക്കണം. അപ്പൊ അഭിനയത്തിന്റെ അമ്മ കൂടിയാട്ടമാണ്. കൂടിച്ചേർന്നുള്ള അഭിനയമാണ് അല്ലെ. കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ്. അപ്പൊ ഓർത്തു വെച്ചേക്ക, ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടിയാട്ടമാണ്. അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിപ്പേരുള്ളത് കൂടിയാട്ടത്തിനാണ്. കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ്. സെറ്റാണോ? ശരി. ഇനി ക്ഷേത്രവളപ്പില് നമുക്ക് ഇഷ്ടമുള്ളടത്ത് പോയിട്ട് അവതരിപ്പിക്കാൻ പറ്റോ? ഇല്ല. കൂത്തമ്പലത്തിലാണ് നമ്മൾ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് അല്ലെ. കൂത്തമ്പലത്തിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. ഇതിനുപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതെന്ന് ചോദിക്കും. അത് നമ്മുടെ മിഴാവാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ചോദിച്ചാല് മിഴാവാണ്. കൂടാതെ ഇടയ്ക്കയും കുറുങ്കുഴലും തിമിലയും കൂടെ നമ്മൾ ഉപയോഗിക്കും. ഓർത്തു വെക്കണേ മക്കളെ, മിഴാവാണ് ഏറ്റവും പ്രാധാന്യമെങ്കിലും ഇടയ്ക്കയും കുറുങ്കുഴലും തിമിലയും കൂടെ നമ്മൾ എന്തിനുപയോഗിക്കും? കൂടിയാട്ടത്തിന് ഉപയോഗിക്കും. ഓക്കെ അല്ലേടാ? ഇനി നോക്കിയേ, പൂർണ്ണമായ തോതിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ നമുക്ക് 41 ദിവസം വേണം കേട്ടോ. പൂർണ്ണമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ അതിന്റെ ചിട്ടവട്ടങ്ങളോടുകൂടി ഫുൾ ഇതായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ നമുക്ക് 41 ദിവസം വേണം. ഇതൊക്കെ ചോദ്യം വരുന്നതാണേ. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകന്. വിദൂഷകന് മാത്രം മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും. കിട്ടിയല്ലോ? കൂടിയാട്ടത്തിനെ കുറിച്ച് കിട്ടിയല്ലോ. അപ്പൊ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞു തരുമോ? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരുമോ? ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടിയാട്ടം എന്ന് പറഞ്ഞാല് പ്രാചീന സംസ്കൃത, നമ്മൾ ആദ്യത്തെ പോയിന്റ് പഠിച്ചത് പ്രാചീന സംസ്കൃത നാടക രൂപമാണ്. എല്ലാവരും ടൈപ്പ് ചെയ്തേ. പ്രാചീന സംസ്കൃത നാടക രൂപത്തിനെയാണ് നമ്മൾ കൂടിയാട്ടം എന്ന് പറയുന്നേ. കിട്ടുന്നുണ്ടോ മക്കളെ? പിന്നെ നമ്മൾ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എന്താ പഠിച്ചത്? നൃത്തത്തിനേക്കാൾ അഭിനയത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് അഭിനയത്തിന്റെ അമ്മ എന്നാണ് നമ്മൾ കൂടിയാട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത്. കറക്റ്റ് ആണ്. ഇനി കൂടിയാട്ടം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? കൂടിച്ചേർന്നുള്ള അഭിനയമാണ് അല്ലെ. കൂടിച്ചേർന്നുള്ള അഭിനയത്തിനെയാണ് നമ്മൾ കൂടിയാട്ടം എന്ന് പറയുന്നത്. സെറ്റ് ആണ്. 3 പോയിന്റ് പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇതിനുപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുല്ലോ. അത് മിഴാവാണെന്ന് പറഞ്ഞു. അത് കൂടാതെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? ഇടയ്ക്കയും തിമിലയും കുറുങ്കുഴലുമാണ് അല്ലെ. ഇടയ്ക്കയും തിമിലയും കുറുങ്കുഴലുമാണ് അല്ലേ. ഇടയ്ക്കയും തിമിലയും കുറുങ്കുഴലുമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കറക്റ്റ് ആണ്. ഇനി പൂർണ്ണമായ തോതില് ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണമെന്നാ പറയുന്നേ? എത്ര ദിവസം? 41 ദിവസമാണ്. കറക്റ്റ് ആണ്. പിന്നെ ഒരു പോയിന്റും കൂടി ഉണ്ടായിരുന്നു. മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഏക കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നേ? മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദൂഷകനാണ്. കറക്റ്റ് ആണ്. ഇനി ബാക്കി നമ്മൾ നോക്കാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് കൂടിച്ചേർന്ന് അഭിനയിക്കുന്നു പറഞ്ഞുല്ലോ. ചാക്യാര്, പുരുഷ കഥാപാത്രം ചാക്യാരും സ്ത്രീ കഥാപാത്രമാണെങ്കിൽ അത് നങ്ങ്യാരുമാണ്. ഓക്കെ, സ്ത്രീ കഥാപാത്രം നങ്ങ്യാരാണ്, പിന്നെ ചാക്യാരാണ് പുരുഷ കഥാപാത്രം. ഓർക്കണം. കൂടിയാട്ടത്തിന്റെ കുലപതി നമുക്കറിയുന്ന പോയിന്റ് ആണ്. എനിക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു തന്നേ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അമ്മന്നൂർ മാധവ ചാക്യാരാണ് അല്ലെ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കറക്റ്റ് ആണ്. നോക്കിയട മക്കളെ, കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന ഏതെന്ന് ചോദിക്കും. അത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള മാർഗിയാണ്. മറന്നു പോവരുത്. കഥകളിയുടെയും കൂടിയാട്ടത്തിന്റെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടന ചോദിച്ചാൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാർഗിയാണ്. മാർഗിയാണ്. മറന്നു പോയേക്കരുതേ. കിട്ടുന്നുണ്ടല്ലോ. ഇനി വർഷം തോറും എവിടെയൊക്കെയാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്? അത് കൂത്തമ്പലങ്ങളുള്ള ക്ഷേത്രത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലാണ് ഏറ്റവും വലിയ കൂത്തമ്പലം ഉള്ളത്. അതുകൊണ്ട് അവിടെ നമ്മൾ അവതരിപ്പിക്കും. പിന്നെ തൃശ്ശൂര് വടക്കുംനാഥനിലും കൂത്തമ്പലുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെയും അവതരിപ്പിക്കും. കിട്ടിയല്ലോ. കൂടിയാട്ടത്തിനെ കുറിച്ചുള്ള ഔട്ട്ലൈൻ കിട്ടി, കഥകളിനെ കുറിച്ചിട്ടുള്ള ഔട്ട്ലൈൻ കിട്ടി. 2 കല നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോവാണ് അടുത്ത കല എന്താണ്. കഴിഞ്ഞിട്ടില്ല. ഒരു സ്ലൈഡും കൂടി ഉണ്ട്. കൂടിയാട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം ഏതെന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ്. 2001 വർഷം ചോദിക്കും. കൂടിയാട്ടം 2001. രണ്ടാമതായിട്ട് മുടിയേറ്റാണ് അല്ലെ. രണ്ടാമതായിട്ട് മുടിയേറ്റാണ് യുനെസ്കോ അംഗീകരിച്ചത്. അത് 2010. മറന്നു പോയേക്കരുത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതെന്ന് ചോദിച്ചാൽ കൂടിയാട്ടമാണ്.
വർഷമാണ് 2001. നമ്മൾ പറഞ്ഞു അമ്മന്നൂർ മാധവ ചാക്യാര് ഇതുമായി ബന്ധപ്പെട്ടതാണ്, മാണി മാധവ ചാക്യാർ ഇതുമായി ബന്ധപ്പെട്ടതാണ്, പൈങ്കുളം രാമൻ ചാക്യാരും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇവര് 3 പേരും പ്രധാനപ്പെട്ട കൂടിയാട്ടം കലാകാരന്മാരാണെന്ന് ഓർത്തു വെക്കണേ മക്കളെ. സെറ്റ് ആണോ? ആണോ? അടുത്തേക്ക് പോട്ടെ. ശരി, അപ്പൊ നമ്മൾ കഥകളി പഠിച്ചു, കൂടിയാട്ടം പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് കേരള നടനത്തിനെ കുറിച്ചിട്ടാണ്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി രൂപീകരിച്ച കഥകളി നടനമാണ് പിന്നീട് എന്തായി മാറിയത്? കേരള നടനമായിട്ട് മാറിയത്. അതായത് കഥകളീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഗുരു ഗോപിനാഥ് പുതിയൊരു കലാരൂപം സൃഷ്ടിച്ചത്, കഥകളി നടനം എന്ന പേരിൽ. പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത്? കേരള നടനമായി മാറിയത് എന്നോർക്കണം. കേരള നടനത്തിന്റെ പിറവിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. എന്റെ ജീവിത സ്മരണകൾ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ആളെയും കൂടെ ചേർത്തിട്ടോളൂ. നമ്മുടെ ഗുരു ഗോപിനാഥിന്റെ ആത്മകഥയുടെ പേരും എന്റെ ജീവിത സ്മരണകളാണ്. അതിലാണ് അദ്ദേഹം എന്ത് പറയുന്നേ? എങ്ങനെയാണ് താൻ പുതിയൊരു കലാരൂപമായ കേരള നടനം സൃഷ്ടിച്ചെടുത്തത് എന്ന് പറയുന്നതൊക്കെ ഈ കൃതിയിലാണെന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഇനി നമുക്ക് ഓട്ടൻതുള്ളൽ നോക്കണം. 18ാം നൂറ്റാണ്ടാണ്. നൂറ്റാണ്ടുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കണം. 18ാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാര് ആദ്യമായിട്ട് ഓട്ടൻതുള്ളൽ ആളുകൾക്ക് പരിചയപ്പെടുത്തിയത്, അല്ലെ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തന്നെ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളലിന് ഉപയോഗിക്കുന്ന പശ്ചാത്തല വാദ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് മദ്ദളവും കുഴിത്താളവുമാണ് ട്ടോ. മദ്ദളവും കുഴിത്താളവുമാണ്. ഓർക്കണേ, 18ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടൻതുള്ളൽ പരിചയപ്പെടുത്തിയത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തന്നെ കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളലിൽ ഉപയോഗിക്കുന്ന പശ്ചാത്തല വാദ്യങ്ങൾ ചോദിച്ചാല് മദ്ദളവും കുഴിത്താളവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് എന്താ? പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് അത് ഓട്ടൻതുള്ളലാണ്. മറന്നു പോയേക്കരുത്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടൻതുള്ളലാണ്. കുഞ്ചൻ ദിനം എന്നെന്ന് ചോദിക്കും. കുഞ്ചൻ ദിനം മെയ് 5 ആണ് ട്ടോ. കുഞ്ചൻ ദിനം എന്നാന്ന് ചോദിച്ചാല് മെയ് 5 ആണ്. തുഞ്ചൻ ദിനമാണ്, അല്ലെ? നമ്മൾ പറയുന്നത് തുഞ്ചത്തിരിക്കുന്ന ദിനമാണ് ഡിസംബർ 31 എന്ന് നമ്മൾ പറയും. ഇത് കുഞ്ചൻ ദിനം മെയ് 5 ആണ്. ആദ്യത്തെ തുള്ളൽ കൃതി ശീതങ്കനാണ്. നമുക്കറിയാം 3 രീതിയിലുള്ള തുള്ളലാണുള്ളത്. ഓട്ടൻതുള്ളല്, പറയൻ തുള്ളല്, അതുകൂടാതെ ശീതങ്കൻ തുള്ളല്. നമ്മൾക്ക് എല്ലാവരുടെ മനസ്സിലും ഓട്ടൻതുള്ളലാണ് പ്രമുഖ സ്ഥാനം വഹിക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് അവതരിപ്പിച്ച തുള്ളൽ കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണെന്ന് മറന്നു പോവരുത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന തുള്ളൽ കൃതികൾ ഏതൊക്കെയെന്ന് ചോദിക്കും. കുറച്ച് അധികം എണ്ണുണ്ട് മക്കളെ. ഞാനൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തുതരാം, നിങ്ങൾ അതൊക്കെ നോക്കിപ്പോക്കോളൂ ട്ടോ. നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ട് ഘോഷയാത്ര ഓർത്തോളൂ, രുക്മിണി സ്വയംവരം ഓർത്തോളൂ, സ്യമന്തകം ഓർത്തോളൂ, ഭഗവതം ഓർത്തോളൂ, വാലി വിജയം ഓർത്തോളൂ. ബാക്കിയെല്ലാം പറ്റുന്നതൊക്കെ ഓർത്തു വെച്ചോ. നളചരിതം, കിരാതം, ഘോഷയാത്ര, സ്യമന്തകം, രുക്മിണി സ്വയംവരം, രാമാനുചരിതം, ഭഗവതം, രാവണോത്ഭവം, ബാലി വിജയം, ബാണയുദ്ധം, അഹല്യാമോക്ഷം. ഇതെല്ലാം കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികളാണ് എന്ന് ഓർത്തു വെച്ചിരിക്കണേ മക്കളെ. ഇനി നമ്മൾ നോക്കുന്നത് കൃഷ്ണനാട്ടത്തിനെ കുറിച്ചിട്ടാണ്. കൃഷ്ണനാട്ടം ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കൃഷ്ണനാട്ടം. ഇന്ന് രാവിലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടെ നമ്മൾ കണ്ടതാണ്. കൃഷ്ണഗീതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 16ാം നൂറ്റാണ്ടിലാണടാ. 16ാം നൂറ്റാണ്ടിൽ ഓർത്തു വെക്കണം. കൃഷ്ണനാട്ടം രൂപപ്പെടുത്തിയത് കോഴിക്കോട് മാനവേദ രാജാവാണ് ട്ടോ. കൃഷ്ണനാട്ടം രൂപപ്പെടുത്തിയത് മാനവേദ രാജാവാണ് എന്നോർമ്മ വേണം. എന്തൊക്കെ വാദ്യങ്ങൾ വേണം നോക്കിക്കേ. മദ്ദളവും ചേങ്ങിലയും ഇലത്താളവുമാണ്. മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവയാണ് പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ. കിട്ടിയോ മക്കളെ? 16ാം നൂറ്റാണ്ടിലാണ് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടം കേൾക്കുമ്പോൾ മാനവേദനാണെന്ന് നമുക്കറിയാം. മദ്ദളം, ചേങ്ങില, ഇലത്താളമാണ് പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ. ഓർത്തു വെച്ചിരിക്കണം. ചോദിക്കും, തെയ്യത്തിൽ നിന്ന് ചോദ്യം വരും, നമുക്കറിയാം. അതിനു മുമ്പ് ഇത്രയും നേരം ചോദിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാമേ. ഞാന് എന്റെ കയ്യിലുള്ള PDF നോക്കി ചോദ്യം ചോദിക്കാം. മക്കളെ നിങ്ങൾ വന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണം. ആ അടുക്കളയിൽ ജോലിയുള്ള ടീംസ് ഒക്കെ ഒന്ന് ഓടി വന്നേടാ. ഓടി വന്ന് ടൈപ്പ് ചെയ്തിട്ട് പൊക്കോട്ടാ. ഞാൻ പെട്ടെന്ന് ചോദിക്കാമേ.
ഒരു സെക്കൻഡ്. ശരി, ഞാൻ ചോദിക്കാം, പറഞ്ഞേക്കണേ. കഥകളിയുടെ പുനരുജ്ജീവനത്തിനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? കഥകളിയുടെ പുനരുജ്ജീവനത്തിനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? അത് വള്ളത്തോൾ നാരായണ മേനോനാണെന്ന് പറയും. അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യണേ, രണ്ടക്ഷരം ടൈപ്പ് ചെയ്താൽ മതി. അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒക്ടോബർ 16 ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അന്നാണ് ദേശീയ കഥകളി ദിനം എന്ന് പറയും. കറക്റ്റ് ആണ്. പിന്നെ 3 രീതിയിലുള്ള കഥകളി വേഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 രീതിയിലുള്ളത്? പച്ച, കത്തി, കരിയാണ് അല്ലെ? പച്ച, കത്തി, കരിയാണ്. കത്തിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? കത്തിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ദുഷ്ട കഥാപാത്രങ്ങളാണ് അല്ലെ കത്തിയായിട്ട് നടക്കുന്നത്. ശരിയാണ്. കരിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കരിയാണെങ്കിൽ രാക്ഷസ വേഷങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പൊ പച്ചയാണെങ്കിൽ എന്തിനാ കാണിക്കുന്നത്? അത് സാത്വികമാണ്. കറക്റ്റ് ആണ്. ഇന്ദ്രൻ ഇതിൽ ഏതിൽ പെടുന്നു ചോദിച്ചാൽ എന്ത് പറയും? ഇന്ദ്രൻ എന്തിലാ പെടുന്നേ? പച്ചയിലാണ് പെടുന്നേ. രാവണനും കംസനും എന്തിലാ പെടുന്നേ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? രാവണനും കംസനും അത് ദുഷ്ട കഥാപാത്രമാണ്, കത്തിയാണ്. ഓർത്തു വെച്ചിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ചുവന്ന താടി റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ചുവന്ന താടി പ്രതിനിധീകരിക്കുന്നത് ദുഷ്ട കഥാപാത്രമാണ്. അപ്പൊ കറുത്ത താടിയാണെങ്കിൽ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? കറുത്ത താടി നായന്മാർ അല്ല സോറി വേടന്മാരും നായാട്ടുകാരുമാണ്. അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടേ നായന്മാരെന്ന് വന്നാണ്. ഒന്നും വിചാരിക്കരുത്, ജാതി പറഞ്ഞതല്ല. വേടന്മാരും നായാട്ടുകാരും അവരെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ താടി ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞത് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവായിരുന്നാണ്. കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും മക്കളെ? കൃഷ്ണനാട്ടം മാനവേദനാണ്. ചോദിച്ചു മതിയായതാണ്. രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാനാണ്. ഇനിയിപ്പോ കഥകളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് തമ്പുരാനാണ്. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കലാമണ്ഡലം ഹൈദരാലി സംഗീതജ്ഞനാണോ അതോ കഥകളി കലാകാരനാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീതജ്ഞനാണെന്ന് പറയും. കറക്റ്റ് ആണ്. കുറച്ച് കഥകളി കലാകാരന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ഗുരു, കുഞ്ചുകുറുപ്പ്, ചേമഞ്ചേരി, കലാമണ്ഡലം കൃഷ്ണൻ നായർ, അങ്ങനെ കുറച്ച് പേരുകൾ പറയണം. അത് ഓർത്തു വെക്കണേ. ഇനി കൂടിച്ചേർന്നുള്ള അഭിനയം എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്താ? കൂടിച്ചേർന്നുള്ള അഭിനയത്തിന് നമ്മൾ കൂടിയാട്ടം എന്നാണ് പറയാ. കൂടിയാട്ടത്തിന് നമ്മൾ എന്തോ പറഞ്ഞ് വിശേഷിപ്പിക്കൂലോ, അതെന്തായിരുന്നു? അത് അഭിനയത്തിന്റെ അമ്മയാണ്. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഏക പ്രാചീന സംസ്കൃത നാടകരൂപം അല്ലെ? ഏക പ്രാചീന സംസ്കൃത നാടകരൂപം ഏതെന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ്. മറന്നു പോയേക്കരുത്. പ്രധാന വാദ്യോപകരണം എന്താണ് കൂടിയാട്ടത്തിന്റെ? അത് മിഴാവാണ്. പക്ഷെ മിഴാവ് മാത്രം വെച്ചിട്ട് നമുക്ക് കൂടിയാട്ടം അവതരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വേറെ ഒരു 3 സാധനം ഉണ്ട്. എന്തൊക്കെയായിരുന്നു? വേറെ 3 വാദ്യങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞുല്ലോ. അതെന്തായിരുന്നു മക്കളെ? ഇടയ്ക്ക, കുറുങ്കുഴൽ, തിമിലയാണ് അല്ലെ? ഇടയ്ക്ക, കുറുങ്കുഴൽ, തിമിലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു പൂർണ്ണമായ രീതിയിൽ അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണം? പെട്ടെന്ന് പറഞ്ഞേ. പൂർണ്ണമായ രീതിയിൽ അവതരിപ്പിക്കാൻ 41 ദിവസം വേണം. എവിടെയൊക്കെയാണ് ഇപ്പോഴും അവതരിപ്പിക്കുന്നത്? ഇരിങ്ങാലക്കുടയിൽ അവതരിപ്പിക്കും, തൃശ്ശൂർ അവതരിപ്പിക്കും, രണ്ടിടത്തും കൂത്തമ്പലങ്ങൾ ഉണ്ട്. കറക്റ്റ് ആണ്. പിന്നെ ഇതിലെ കൂടിയാട്ടത്തിലെ കലാകാരന്മാര് അമ്മന്നൂർ മാധവ ചാക്യാര്, മാണി മാധവ ചാക്യാര്, അത് കൂടാതെ പൈങ്കുളം രാമൻ ചാക്യാർ. ഈ 3 പേരെ ഓർത്തു വെക്കണം. യുനെസ്കോ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അംഗീകരിച്ചിട്ടുണ്ട്. എന്നാണ് അംഗീകരിച്ചത്? 2001 അപ്പൊ ഇതിനെ മാത്രമാണോ അംഗീകരിച്ചത്? അല്ല. വേറെ എന്തിനാണ് അംഗീകരിച്ചത്? മുടിയേറ്റിനെ. അതിന്റെ വർഷം എന്നാണ്? 2010. സെറ്റാണ്. അത് വിട്ടേക്ക്. അടുത്ത നമ്മൾ കേരള നടനത്തിനെ കുറിച്ച് പറഞ്ഞു. കഥകളി നടനമാണ് കേരള നടനമായിട്ട് മാറിയത്. ആര് സൃഷ്ടിച്ചു? കേരള നടനം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഗുരു ഗോപിനാഥ് ആണ്. കറക്റ്റ് ആണ്. അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. കഥയുടെ പേരെന്താ? എന്റെ ജീവിത സ്മരണകളാണ്. സെറ്റ് അല്ലേ? അടുത്തേക്ക് നമ്മൾ പോവാണ്. കുഞ്ചൻ നമ്പ്യാര് ഏത് നൂറ്റാണ്ടിലാണ് പരിചയപ്പെടുത്തിയത്? 18-ാം നൂറ്റാണ്ടിലാണ്. ആദ്യമായിട്ട് അവതരിപ്പിച്ചത് എന്താ? ശീതങ്കനാണ്. ഏതായിരുന്നു കൃതിയുടെ പേര്? അല്ല, ഇതിന്റെ പേര് കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ എന്തോ പറഞ്ഞുല്ലോ, കൃഷ്ണനാട്ടത്തിന്റെ നൂറ്റാണ്ട് ചോദിച്ചാല് അത് 16-ാം നൂറ്റാണ്ടാണെന്ന് പറയും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതേവരെ പഠിച്ചത് അല്ലേ? ഒക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ലേ? ശരി. ഇനി നമ്മൾ ബാക്കി നോക്കാണ്. തെയ്യത്തിനെ കുറിച്ചാണ്.
തെയ്യത്തിനെ കുറിച്ചിട്ടാണ് ട്ടോ മക്കളെ നമ്മൾ നോക്കുന്നേ. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് തെയ്യം എന്നോർക്കണം. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന പദം വന്നത്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം എന്ന പദം വന്നത് എന്നോർക്കണം. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് ട്ടോ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്നത് എന്നോർക്കണം. കണ്ണൂരാണ് അല്ലെ തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് തന്നെ കണ്ണൂരാണ്. നമുക്കറിയാം വടക്കൻ ജില്ലകളിലുള്ള എല്ലാവരും തെയ്യം കണ്ടിട്ടുണ്ടാവും. നമ്മള് മധ്യ കേരളം ത്തിലുള്ളവർക്കൊക്കെയാണ് ഇത് കാണാനൊക്കെ ബുദ്ധിമുട്ട്. നമ്മളിവിടെ ഒന്നും ഇല്ല. അപ്പൊ ഓർക്കണം, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപം തെയ്യമാണ്. ദൈവത്തിൽ നിന്നാണ് തെയ്യം എന്ന പദം ഉണ്ടായേ. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്നത് നമ്മുടെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലാണ്. തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ്. തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങിനെ നമ്മൾ പറയുന്നത് തോറ്റം എന്നാണ് ട്ടോ. തോറ്റം എന്നാണ് പറയുന്നത്. പ്രാഥമിക ചടങ്ങിനെ നമ്മൾ തോറ്റം എന്ന് പറയും. ഓർത്തു വെച്ചിരിക്കണം. തെയ്യത്തിന് മുമ്പുള്ള ആദ്യ ചടങ്ങുകളിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നേ? അടയാളം കൊടുക്കുക എന്നാണ് ട്ടോ. തെയ്യത്തിന് മുമ്പുള്ള ആദ്യത്തെ ചടങ്ങുകളിൽ ഒന്നാണ് അടയാളം കൊടുക്കൽ എന്നത്. ഓർത്തു വെക്കണം. തെയ്യത്തിന് വാദ്യോപകരണങ്ങൾ വേണോ? തീർച്ചയായും വേണം. എന്തൊക്കെ വേണം? ചെണ്ട വേണം, വീക്കുചെണ്ട വേണം, ഇലത്താളം വേണം. തെയ്യത്തിന് പ്രധാനമായിട്ട് വാദ്യോപകരണങ്ങൾ ഏതൊക്കെ വേണം ചോദിച്ചാല് ചെണ്ട വേണം, വീക്ക് ചെണ്ട വേണം, അതുകൂടാതെ ഇലത്താളം വേണം. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ എന്ന് ഓർത്തു വെക്കണം. ഇനി നോക്കിയടാ, നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും തെയ്യക്കോലങ്ങള് രക്തചാമുണ്ടി, കരിചാമുണ്ടി, മുച്ചിലോട്ട് ഭഗവതി, വയനാട്ടു പുലവൻ, ഗുളികൻ, പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട തെയ്യക്കോലങ്ങളാണ് എന്നോർക്കണം. തെയ്യത്തിനെ സംരക്ഷിക്കാനുള്ള മ്യൂസിയം സ്വാഭാവികമായിട്ടും ഏത് ജില്ലയിലാണ് ഉണ്ടാവുന്നത്? കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ തെയ്യത്തിനെ തനിമയോടുകൂടി സംരക്ഷിക്കാനായിട്ട് തെയ്യം മ്യൂസിയം സ്ഥാപിതമാകുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് എന്ന് ഓർത്തിരിക്കണേ. തെയ്യം കിട്ടിയില്ലോ? കിട്ടിയില്ലോ? ഇനി നമ്മൾ ഗദ്ദികയാണ് പറയുന്നത്. വയനാട്ടിലെ അടിയ സമുദായം നോക്കി വെക്കണേടാ. വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ഗദ്ദിക. നോക്കിയ മക്കളെ, കണ്ടുവോ ഗദ്ദിക? വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ഗദ്ദിക എന്നോർക്കണം. ഇനി ഗദ്ദിക എന്ന പദത്തിന് അർത്ഥം തന്നെ ഒഴിപ്പിക്കുക എന്നാണ് ട്ടോ. ഗദ്ദിക എന്ന പദത്തിന് അർത്ഥം തന്നെ ഒഴിപ്പിക്കുക എന്നാണ്. കറക്റ്റ് ആണ്. പ്രശസ്തനായ ഗദ്ദിക കലാകാരനാണ് PK കാളനാണ് ട്ടോ. പ്രശസ്ത ഗദ്ദിക കലാകാരൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് PK കാളനാണ്. ഓർത്തു വെച്ചിരിക്കണേ. വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മക്കളെ ഗദ്ദിക. ഗദ്ദിക എന്നുള്ള പദത്തിന് അർത്ഥം തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത് ആർട്സ് പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എല്ലാവർക്കും ഫെമിലിയർ ആയ ടോപ്പിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ അല്ലേ. വയനാട്ടിലെ അടിയ സമുദായത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ഗദ്ദിക. ഗദ്ദിക എന്ന പദത്തിന് അർത്ഥം തന്നെ ഒഴിപ്പിക്കുക എന്നാണ്. പ്രശസ്ത ഗദ്ദിക കലാകാരൻ ആരാന്ന് ചോദിച്ചാല് PK കാളനാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേടാ, വർഷത്തിൽ ഒരിക്കല് കാവുകളിലും മറ്റും തെയ്യം കെട്ടിയാടുന്നതിന് നമ്മൾ കളിയാട്ടം എന്ന് പറയും. സുരേഷ് ഗോപിയുടെ സിനിമ നമുക്ക് അറിയുന്നതാണ്. ഒരുപാട് കാലം കൂടി നടത്തുന്ന തെയ്യത്തിന് നമ്മൾ പെരുങ്കളിയാട്ടം എന്നാണ് പറയാ. കളിയാട്ടം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഓരോ വർഷം തോറും കാവുകളിൽ തെയ്യം കെട്ടിയാടുന്നതിനെ നമ്മൾ കളിയാട്ടം എന്ന് പറയും. പെരുങ്കളിയാട്ടം ആവണമെങ്കിൽ വളരെ കാലം ഒരുപാട് വർഷത്തിന് ശേഷം നടത്തുന്നതാണെങ്കിൽ അത് പെരുങ്കളിയാട്ടമാണ്. സുരേഷ് ഗോപി കളിയാട്ടം, മഞ്ജു വാര്യർ എന്നോട് എന്തിനീ പിണക്കം, എന്ത് രസാല്ലേ. അതൊക്കെ ഓർമ്മ വരണേ. അല്ല, അത് ഓർമ്മ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പഠിപ്പിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഓർമ്മ വരണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പടയണി നമുക്ക് പഠിക്കണം. പടയണി നമുക്ക് പഠിക്കണം. നമ്മൾ അതാണ് നോക്കുന്നേ. നോക്കിയടാ, മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് പടയണിയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടയണി. തപ്പും ചെണ്ടയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. തപ്പും ചെണ്ടയുമാണ് നമ്മൾ വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അതിലെ പ്രധാന ചടങ്ങ്, ഈ പടയണിയിലെ പ്രധാന ചടങ്ങിനെ നമ്മൾ കാച്ചിക്കൊട്ട് എന്നാ പറയാ. കാച്ചിക്കൊട്ട് ഓർത്തു വെക്കണം. അതുപോലെ തലയിൽ ഏറ്റി തുള്ളുന്ന ഏറ്റവും വലിയ കോലം ഏതെന്ന് ചോദിച്ചാൽ അത് ഭൈരവി കോലമാണ് ട്ടോ. പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രം. അപ്പൊ അവിടെ ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രം ഒക്കെ എടുത്തിട്ട് നമ്മളോട് ചോദിക്കും.
സോറി, മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി. തപ്പും ചെണ്ടയുമാണ് ഇതിന്റെ വാദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നേ. പടയണിയിലെ പ്രധാന ചടങ്ങ് തന്നെ കാച്ചിക്കൊട്ടാണ്. തലയിൽ ഏറ്റിത്തുള്ളുന്ന ഏറ്റവും വലിയ കോലം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭൈരവി കോലമാണ്. തിരുവാതിര ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാനുള്ളൂ. ധനുമാസത്തിലാണ് തിരുവാതിര നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും കളിച്ചിട്ടുണ്ട്. പെൺകുട്ടികള് അരങ്ങുകളിലും വീട്ടുമുറ്റങ്ങളിലും അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ അടുത്ത് യൂട്യൂബിൽ കണ്ടു വൈറൽ തിരുവാതിര പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു ടീമിന്റെ ഡാൻസ് മാസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലാണ്ട് അവർ ഇത്ര നന്നായിട്ട് കളിക്കില്ല. എന്തു രസമാണ് ആണുങ്ങളുടെ തിരുവാതിര. അരങ്ങുകളിലും വീട്ടുമുറ്റങ്ങളിലും സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന കലാരൂപമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരക്കാണ്, അത്ര ഓർത്താ മതി. ലാസ്യഭാവമാണ് ട്ടോ, ലാസ്യഭാവമാണെന്നും കൂടെ ഓർത്തു വെച്ചിരിക്കണേ. ബയലാട്ടം, യക്ഷഗാനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യക്ഷഗാനത്തിന് നമ്മൾ ബയലാട്ടം എന്നാണ് പറയുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ട്ടാ, കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ് യക്ഷഗാനം അഥവാ ബയലാട്ടം പ്രചാരത്തിലുള്ളത്. അതുപോലെ കർണാടകയുടെ തെക്കൻ കേനറ, കേരളത്തിന്റെ വടക്കേറ്റം കാസർഗോഡ്, കർണാടകത്തിന്റെ തെക്ക് ഭാഗത്തുള്ള തെക്കൻ കേനറ, അപ്പൊ അടുത്തടുത്ത പ്രദേശം, അവിടെയാണ് യക്ഷഗാനം അവതരിപ്പിക്കുന്നുണ്ട് എന്ന് ഓർക്കണം. കഥകളിയുമായി നല്ല സാമ്യമുണ്ട് അല്ലെ, കഥകളിയുമായി നല്ല സാമ്യമുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം എന്നും കൂടെ ഓർത്തു വെച്ചിരിക്കണേ. നോക്കിക്കേ, ദേവന്മാരുടെ സംഗീതം എന്നാണ് അല്ലെ. യക്ഷൻ എന്ന് പറഞ്ഞാല് യക്ഷൻ, ദേവൻ, ഗന്ധർവൻ, എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. യക്ഷന്മാര്, ദേവന്മാര്, ഗന്ധർവന്മാര് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ യക്ഷഗാനം എന്ന് പറഞ്ഞാല് ദേവന്മാരുടെ സംഗീതം എന്നാണ് അർത്ഥം. യക്ഷഗാന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് മഹാകവി ഗോവിന്ദ പൈ സ്മാരകമാണ് യക്ഷഗാന മ്യൂസിയം ആയിട്ട് നിലകൊള്ളുന്നേ. ഇനി കേരളത്തിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് കേട്ടോ. കേരളത്തിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ്. കിട്ടുന്നുണ്ടോ പിള്ളേരെ? യക്ഷഗാന മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ പറയും മഹാകവി ഗോവിന്ദ പൈ സ്മാരകം മഞ്ചേശ്വരത്താണ് എന്ന് പറയും. ഓക്കെ. ഇനി കണ്ണിയാർകളി ചോദിക്കും. കണ്ണിയാർകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക അനുഷ്ഠാന, കൃഷിയുമായി ബന്ധപ്പെട്ടത് അല്ലെ, കാർഷിക അനുഷ്ഠാന നൃത്തമാണ് കണ്ണിയാർകളി. മേടം ഒന്നിനാണല്ലോ നമ്മൾ വിഷുക്കണി കാണുന്നേ. മീശമാധവൻ ഓർമ്മ വരുന്നുണ്ടോ? മേടം 1 വിഷു ദിവസമാണ് നമ്മൾ കണി കൊള്ളുന്നേ, കണി കാണുന്നേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കണ്ണിയാർകളി എന്ന് പറയുന്നത്. അതിന്റെ വിഭാഗങ്ങളാണ് വട്ടക്കളിയും പൊറാട്ടും ഒക്കെ കേട്ടോ. വട്ടക്കളിയും പൊറാട്ടും ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിയാർ കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മ വേണം. അടുത്തത് മുടിയേറ്റാണ് നമ്മൾ പറയുന്നത്. മുടിയേറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയ മക്കളെ, അനുഷ്ഠാന കലാരൂപമാണ്. തെക്കൻ കേരളത്തിലും കൊച്ചിയിലും പൊതുവെ കാണപ്പെടുന്ന അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ് എന്ന് ഓർമ്മ വേണം. എവിടെയാണ്? തെക്കൻ കേരളം, കൊച്ചി, മറന്നു പോയേക്കരുത്. കേരളത്തിൽ നിന്നും രണ്ടാമതായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത് നമ്മൾ ഈ പറഞ്ഞ മുടിയേറ്റാണ്. വർഷം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, 2010 അല്ലെ, 2010 കറക്റ്റ് ആണ്. അത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള ഈ സെക്ഷനിൽ. അപ്പൊ ഈ ലാസ്റ്റ് എടുത്തത് ഞാൻ ഒന്നും കൂടെ ചോദിക്കാം, ക്വിക്കായിട്ട് റിവൈസ് ചെയ്തുതരാം മക്കളെ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. പറഞ്ഞോളൂ. തിരുവാതിര നമ്മൾ ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? തിരുവാതിര നമ്മൾ ആഘോഷിക്കുന്നത് ഏത് മാസത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? തിരുവാതിര ധനുമാസത്തിലാണ് തിരുവാതിര. ഭാവം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? തിരുവാതിരക്കളിയുടെ ലാസ്യഭാവമാണ്. കറക്റ്റ് ആണ്. ഇനി ഗദ്ദിക എന്ന വാക്കിന്റെ അർത്ഥം എന്താ മക്കളെ നമ്മൾ പഠിച്ചത്? ഗദ്ദിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വാക്കിന്റെ അർത്ഥം? ഗദ്ദിക എന്ന് പറഞ്ഞ ഒഴിപ്പിക്കുക എന്നാണ്. ഇനി എവിടെയാണ് ഈ ഗദ്ദിക അരങ്ങേറുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വയനാട്ടിലെ അടിയ സമുദായമാണ് അല്ലെ, വയനാട്ടിലെ അടിയ സമുദായമാണ്. കറക്റ്റ് ആണ്. ഇനി ഗദ്ദിക കലാകാരൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നേ? ഗദ്ദിക കലാകാരൻ TK കാളനാണ്. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പടയണിയെ കുറിച്ച് പറഞ്ഞു. പടയണി നമുക്ക് എവിടെ പോയാലാ കാണാൻ പറ്റുന്നേ?
പടയണി കാണാൻ പറ്റുന്നത് എവിടെ പോയാലാണെന്ന് നമ്മൾ പറഞ്ഞു? ദക്ഷിണമാണെന്ന് പറഞ്ഞു. കറക്റ്റ് ആണ്. പിന്നെ പടയണിയില് തപ്പും ചെണ്ടയുമാണ് അല്ലെ? പടയണിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തപ്പും ചെണ്ടയുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരു ചടങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുല്ലോ. പടയണിയിൽ ഒരു ചടങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുല്ലോ. ആ ചടങ്ങിന്റെ പേരെന്തായിരുന്നു? പടയണിയിലെ ചടങ്ങിന്റെ പേര് നമുക്കറിയാലോ, കാച്ചിക്കൊട്ടാണ് അല്ലെ? കാച്ചിക്കൊട്ടാണ്. കറക്റ്റ് ആണ്. ഏറ്റവും വലിയ കോലത്തിന് നമ്മൾ എന്താ പറയുന്നേ? ഏറ്റവും വലിയ കോലത്തിന് നമ്മൾ ഭൈരവി കോലം എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. യക്ഷഗാനത്തിന്റെ മറ്റൊരു പേരെന്താ മക്കളെ? നമ്മൾ പറഞ്ഞത് യക്ഷഗാനത്തിന്റെ മറ്റൊരു പേര് വയലാട്ടമാണ്. കറക്റ്റ് ആണ്. എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കേരളത്തില് കാസർഗോഡാണെന്ന് പറയും. അപ്പൊ കർണാടകത്തിൽ എവിടെ കാണുന്നു ചോദിച്ചാല് തെക്കൻ കാനറ ഭാഗത്താണെന്ന് പറയും. കറക്റ്റ് ആണ്. കഥകളിയുമായി സാമ്യമുള്ള കലാരൂപം ചോദിക്കും. അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് യക്ഷഗാനം പറയാം. ഇനി കേരളത്തിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കേരളത്തിലെ യക്ഷഗാന ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചാല് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ആണ് എന്ന് പറയും. കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് തെയ്യത്തിനെ കുറിച്ചിട്ടാണ്. തെയ്യത്തിന്റെ മ്യൂസിയം എവിടെയാ വരുന്നേ? തെയ്യം മ്യൂസിയം കണ്ണൂരാണ്. കറക്റ്റ് ആണ്. എന്തൊക്കെ വാദ്യോപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നേ തെയ്യത്തിന്? ചെണ്ട, വീക്ക് ചെണ്ട, ഇലത്താളമാണ് അല്ലെ? ചെണ്ട, വീക്ക് ചെണ്ട, ഇലത്താളമാണ്. കറക്റ്റ് ആണ്. തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങ് എന്താടാ? തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങിനെ നമ്മൾ എന്താ പറയുന്നേ മക്കളെ? പറയങ്ങട്. തെയ്യത്തിന്റെ പ്രാഥമിക ചടങ്ങിനെ നമ്മൾ തോറ്റം എന്ന് പറയും. പിന്നെ എന്തോരെണ്ണം കൂടെ പറഞ്ഞൂലോ, എന്തോരെണ്ണം നമ്മൾ പറഞ്ഞൂലോ, അതെന്തായിരുന്നു? അടയാളം കൊടുക്കലാണ്. കറക്റ്റ് ആണ്. പിന്നെ എല്ലാ ദിവസവും തെയ്യമുള്ളത് നമുക്കറിയാം, നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത് തെയ്യം പഠിച്ചു, ഗദ്ദിക പഠിച്ചു, അതിനുശേഷം പടയണി, പിന്നെ നമ്മൾ തിരുവാതിര ഡിസ്കസ് ചെയ്തു, യക്ഷഗാനം പറഞ്ഞു, അതിനുശേഷം കണ്ണിയാർകളി. അപ്പൊ കണ്ണിയാർകളി എവിടെ അരങ്ങേറുന്നേ? കന്യാർകളി ഒരു കാർഷിക അനുഷ്ഠാന നൃത്തമാണ് എന്ന് നമുക്കറിയാം. പാലക്കാട് അങ്ങനത്തെ ഭാഗത്താണ് കേട്ടോ. അതിന്റെ ഒരു രണ്ട് വിഭാഗങ്ങൾ ചോദിച്ചാല് വട്ടക്കളിയും പൊറാട്ടുമാണ്. വട്ടക്കളിയും പൊറാട്ടുമാണ് കണ്ണിയാർ കളിയുമായി ബന്ധപ്പെട്ടത്. അത് എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എന്നാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മേടം 1-നാണ് അല്ലെ? കണി കാണുക എന്ന ചടങ്ങോട് കൂടി ആരംഭിക്കുന്നതാണ് കണ്ണിയാർ കളി എന്ന് ഓർത്തു വെക്കണം. മുടിയേറ്റിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? മുടിയേറ്റിന്റെ പ്രത്യേകത ചോദിച്ചാൽ നമ്മൾ എന്താ പറയുന്നേ? മുടിയേറ്റാണെങ്കിൽ നമ്മൾ പറയും അത് 2010 യുനെസ്കോ അംഗീകരിച്ചതാണ് എന്ന് പറയും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാല് കലകളാണ് പഠിച്ചത്. കലകളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് വെച്ച്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരട്ടെ, നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റട്ടെ. അങ്ങനെ ഡേ 9 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ നമ്മളുടെ ഡേ 10 ആണ്. 10 ഡേയ്സ് സീരീസ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഡിയേഴ്സ്. നന്നായിട്ട് പഠിക്കണം, റിവൈസ് ചെയ്യണം, മൂലമന്ത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജപിച്ച് സെറ്റ് ആക്കണേ. ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി നാളെ കാണാമേ. മലയാളം വൈകിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ. പിന്നെ ഉണ്ടല്ലോ, ഇന്നത്തെ മലയാളം മിന്റ് PSC-യിലായിരിക്കും കേട്ടോ. 6 മണിക്ക് നമ്മളുടെ മലയാളം ഉള്ളത് മിന്റ് PSC-യിലായിരിക്കും. യൂട്യൂബില് അറിയാത്തവര് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് മിന്റ് PSC എന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ ചാനലിലല്ല കേട്ടോ ഇന്ന് വൈകിട്ട് 6 മണിക്ക് മലയാളം ഉള്ളത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ താങ്ക് യു ഡിയേഴ്സ്, ബൈ.